ഹലോ, ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് ഇന്നലത്തെ ഒരു വീഡിയോ ആണ്. ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ചെറിയ കുറച്ച് ക്ലിപ്പിങ്സ് എടുത്ത് ഒരു വീഡിയോ ആക്കിയതാണ്. അപ്പോൾ ഇത് നമ്മളെ പയറ് പൂത്ത് എന്ന് വെച്ചാൽ പൂ വന്നിട്ടുണ്ട്. ഇനി പയറ് വീഴോ ഇല്ലയോ എന്ന് നോക്കാം. ഇങ്ങനെ നമ്മൾ ചെടികളൊക്കെ രാവിലെ വെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് ഇതാക്കിയിട്ടാണ് നമ്മൾ പുറത്തോട്ടിറങ്ങി. കാരണം മോളുടെ സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പൂവൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. എല്ലാവരും നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ രാവിലെയും വൈകിട്ടും വെള്ളം കൊടുക്കണം. ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒഴിച്ച് കൊടുക്കാറുണ്ട്. കാരണം ചൂട് കൂടുമ്പം വെള്ളം രാവിലെ ഒഴിച്ചിട്ടുണ്ടെങ്കിലും ഇവരങ്ങ് വീഴും. അപ്പോൾ ചിലപ്പം ഉച്ചയ്ക്കും കൊടുക്കും, അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും രാവിലെയും വൈകിട്ടുമാണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ റോസൊക്കെ ഒന്ന് പൂവിട്ടപ്പോഴത്തേക്ക് ഉള്ളിയുടെ തൊലിയും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്ത്. ഇതേ കാണുന്ന കളറല്ല, ഇതിലും നല്ലൊരു ഓറഞ്ച് പോലുള്ള കളറാണ്. ഇതിൽ അത്രയ്ക്ക് അറിയുന്നില്ല. അപ്പോൾ കുഞ്ഞു പൂക്കളാണ്, പക്ഷേ പൂ വിരിയുന്നുണ്ട്. കുഞ്ഞതാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. പനിക്കുറുക്കയൊക്കെ അങ്ങ് മഞ്ഞ കളറായി നിൽക്കുന്നുണ്ട്. വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ മഞ്ഞ കളറായി നിൽക്കുന്നു. ഇങ്ങനെ കാറ്റുണ്ടെങ്കിലും നല്ല ചൂടും ഉണ്ട്. നല്ല നേരം വെളുക്കുന്നതിന് മുന്നേ നല്ല രീതിയിലുള്ള ചൂടും കാര്യങ്ങളും. പിന്നെ നമ്മുടെ അമ്പലത്തിൽ ഇതൊരു ഉത്സവം തീർന്നിട്ടില്ല, 8-ാം തീയതി ഉത്സവം. അപ്പം അതിൻ്റെ പാട്ടും കാര്യങ്ങളും ഒക്കെ 12 മണി വരെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ വായനയും കാര്യങ്ങളും തുടങ്ങും. അതാ കുറച്ച് മുമ്പ് കേട്ടത്. പിന്നെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങി മോളുടെ സ്കൂളിലോട്ട് പോയി. ബസ്സിൽ വന്നിട്ട് മോളുടെ സ്കൂളിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഈ വെയിലും ഇതായതുകൊണ്ട് അവളെയും കൊണ്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോയിലാണ് പോയത്. ഒരു 30 രൂപയുടെ ഓട്ടോ കൂലിയുണ്ട്. അങ്ങനെ സ്കൂളിൽ ചെന്ന് ഇന്ന് അവളുടെ റിസൾട്ട് വരും. അപ്പോൾ റിസൾട്ട് നോക്കാനായിട്ട് പോയത്. ഇതാണ് അവൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ഫ്രണ്ട് വശമല്ല, അവരുടെ ക്ലാസ്സിൻ്റെ ഒരു ഫ്രണ്ട് വശം. ഇച്ചിരി കൂടെ മുന്നോട്ട് പോകണം സ്കൂളിൻ്റെ ഫ്രണ്ട് വശമാണെങ്കിൽ. 2-3 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കാരണം ഇവരുടെ ആയിട്ട് തന്നെ കോളേജും, എൻജിനീയറിംഗ് കോളേജ്, ആർട്സ് കോളേജ്, സ്കൂള് എല്ലാം ഉണ്ട്. അങ്ങനെ റിസൾട്ടൊക്കെ നോക്കി അവൾ പാസ്സായിട്ടുണ്ട്. പിന്നെ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ നടക്കുകയാണ് ചെയ്തത്. കാരണം കാലി ഓട്ടോ കിട്ടിയില്ല, അല്ലാതെ അവിടെ സ്റ്റാൻഡില്ല. അപ്പം നമ്മൾ നടന്ന് പിന്നെ ബസ്സിന് കുറേ നേരം കാത്തിരുന്നു, ഒരു അരമണിക്കൂർ കൂടുതൽ കാത്തിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ മൂന്നാംകുറ്റിയിൽ വന്ന് ചന്തയിൽ കയറി. കാരണം ഒരു ചെറിയ കോഴിയെ മേടിക്കണമായിരുന്നു. അപ്പം ഇന്ന് മീൻ മേടിച്ചിട്ടില്ല, ഇന്നലെ മീൻ മേടിച്ചില്ല, അതിന് വരെ ഒരു കോഴിയെ വാങ്ങിച്ച്. അങ്ങനെ അതും മേടിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി കുഴഞ്ഞ്. പിന്നെ ഒരു ബേക്കറി കയറി അവൾക്ക് 10-ൻ്റെ ഒരു വെള്ളം മേടിച്ച്, അവൾക്ക് മാത്രം മേടിച്ച്, തണുപ്പ് കുറഞ്ഞത് എടുത്ത് മേടിച്ച്. പിന്നെ പലചരക്കടയിൽ നിന്ന് ഇച്ചിരി സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു, അതും മേടിച്ച് വീട്ടിലോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത് പുറത്ത് നമ്മളെ റൂമിൻ്റെ പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനിയിപ്പം സ്റ്റെപ്പ് കയറി പോകണം. അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസ് എടുത്തതേ ഉള്ളൂ. ഈ ടൈമിലൊക്കെ നല്ല ചൂട്. ഇവിടുത്തെ മാങ്ങാ മരത്തിലാണെങ്കിൽ ഇങ്ങനെ മാങ്ങ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇത് ഇപ്പം കിട്ടി. പിന്നെ ഇത് സംഭവം കിളികളും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. കാരണം ചാമ്പയ്ക്കയും മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പം അവരത് കൊത്തി തിന്നു. ഇത് കണ്ടില്ലെന്ന് തോന്നി, ഇതുവരെ അതിനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ കയറി റൂമിലോട്ട് വന്നു. ഇനി ആ ചിക്കൻ വൈകിട്ടേ വെക്കുന്നുള്ളൂ, പക്ഷെ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി. വൈകിട്ട് എന്നിട്ട് സന്ധ്യയ്ക്ക് വെക്കാമെന്ന് കരുതി. അപ്പം ചിക്കൻ കഴുകി വൃത്തിയാക്കി അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോഴത്തേക്ക് മോൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ചോറുണ്ടായിരുന്നു, വേറെ കറിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ അതിൽ നിന്നൊരു ചിക്കൻ്റെ കാലെടുത്ത് ഞാൻ വറുത്ത് കൊടുത്തു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കറിയുടെ റെസിപ്പി ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. കാരണം നമ്മൾ ഇതിനു മുമ്പ് പുട്ടും ചിക്കൻ കറിയും വെച്ചപ്പോഴും നമ്മൾ ആ സിമ്പിൾ ചിക്കൻ കറി കുക്കറിയിട്ട് പെട്ടെന്ന് വെക്കുന്ന ചിക്കൻ കറി, അപ്പം അത് തന്നെയാണ്, അധികം മാറ്റമൊന്നുമില്ല, അത് തന്നെ ഇപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് വിശദമായിട്ട് പറയുന്നില്ല. സവാള, തക്കാളി, കിഴങ്ങ്, കൊച്ചുള്ളി, പിന്നെ മല്ലിയില, കറിവേപ്പില, ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചതച്ചത് എല്ലാം കൂട്ടിനുള്ള എല്ലാം ഒരുമിച്ച് എടുത്ത് വെച്ച് അരിഞ്ഞെല്ലാം വൃത്തിയാക്കി. പിന്നെ വെക്കാൻ എളുപ്പമാണല്ലോ, പിന്നെ അരിയാൻ പോകണ്ട. അങ്ങനെ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഇത് സവാള, കൊച്ചുള്ളി, തക്കാളി, കിഴങ്ങ്, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടിയിട്ട് ചതച്ചത്. പിന്നെ എണ്ണ ചൂടായപ്പോഴത്തേക്ക് എണ്ണയും കുറച്ച് മതി. നമ്മൾ കുക്കറിലിട്ട് വെക്കുന്നുണ്ട്, അതിൻ്റെ നെയ്യും കാര്യങ്ങളും അതിൽ തന്നെ ഇറങ്ങുന്നതുകൊണ്ട് എണ്ണയൊന്നും അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വരും, പച്ചമണമൊന്ന് മാറുമ്പോഴത്തേക്ക് സവാളയും തക്കാളി ഇടത്തില്ല, സവാളയും നമ്മളെ കൊച്ചുള്ളിയും കറിവേപ്പിലയും
നമ്മളെ മുളകുണ്ടല്ലോ, കീറിയ മുളക്, അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വഴണ്ടൊന്നും വരണ്ട, ഒന്നും ആ ഒരു പച്ചക്കുത്തൊന്ന് മാറണം. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഞാൻ പെട്ടെന്ന് തന്നെ, കാരണം അത്രയ്ക്ക് വഴറ്റേണ്ട കാര്യമില്ല, കുക്കറിൽ കിടന്ന് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെന്ത് സെറ്റായി വരും. പിന്നെ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിട്ട് ഒന്ന് വഴറ്റിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അത് അടച്ചു വെച്ചാൽ അത് അവിടെ കിടന്ന് അത് പയ്യിരുന്ന് വെന്തോളും. അതിൻ്റെ ഇപ്പുറം ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്, പിടി എന്ന് പറയുന്നൊരു സംഭവം അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടെങ്ങാനും ഇടാം, കാരണം ഇതിൻ്റെ കൂടുമ്പോൾ ലെങ്ത് ആയിപ്പോവും. അതവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്, അത് വേറൊരു ഷോർട്സ് ആയിട്ട് ഞാൻ അതിൻ്റെ റെസിപ്പി ഇടുന്നുണ്ട്. പിന്നെ അതൊന്ന് തട്ടിപ്പൊത്തി ഒതുക്കി കുക്കറിൻ്റെ അടപ്പ് തന്നെ വെച്ചൊന്ന് അടച്ചു വെച്ച് പിന്നീട് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരുവിധം അത് വഴണ്ടു വന്നു. അപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന തക്കാളിയും കിഴങ്ങും ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ലോ ഫ്ലെയിമിലല്ല, വെറും ലോ ഫ്ലെയിമിലല്ല, എന്നാൽ അത്യാവശ്യം തീയും എന്നാൽ ഹൈ ഫ്ലെയിമിലും അല്ലാത്ത രീതിയിൽ തീ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതൊന്ന് അടച്ചു വെച്ച് അതൊന്ന് വാടാൻ വേണ്ടിയിട്ട്. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അതെല്ലാം വാടി എല്ലാം ഇതായി. പിന്നെ നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം ഇട്ട് കൊടുത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് ചതച്ചത് ഇത്രയും കൂടി ഇട്ട് ഇളക്കി ഒരു സ്വല്പം വെള്ളവും ഒഴിച്ച് എന്നിട്ട് നമ്മൾ ചിക്കനും കൂടി ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കുക്കർ അടച്ച് വെക്കുക ചെയ്ത്, എന്നിട്ട് ഒരു 4 വിസിൽ കേൾപ്പിച്ച് അപ്പോഴത്തേക്ക് ഇതാണ്ട് നമ്മുടെ കറി റെഡി. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കറി അടച്ചു വെച്ച്. ഇത് നമ്മുടെ പിടിഞ്ഞനുണ്ടായ അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പം രാത്രി ഞങ്ങൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇതൊന്ന് കഴിച്ചു. പിന്നെ ചോറും ചിക്കൻ കറി ഇത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.